നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വ്യാപകമായ പ്രചാരണം നടക്കുന്നത് അവിടെ അങ്ങനെ ഒരു വിഷയമേ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനം എന്നത് ഒരു സൃഷ്ടിയാണ്, കള്ളക്കേസാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് പാർട്ടി കൃത്യമായി ഇന്നലെ പറഞ്ഞിരിക്കുന്നു, അവിടെ ആദിവാസി മേഖലയിൽ നിർബന്ധിത മതപരിവർത്തനമുണ്ട്. അതുപോലെ തന്നെ ആദിവാസി ആയിട്ടുള്ള വനവാസികളായിട്ടുള്ള ആളുകൾ വലിയ പ്രക്ഷോഭത്തിലേക്ക് വരുന്നു. തുടങ്ങിയ പല കാര്യങ്ങളുമുണ്ട്. മാത്രമല്ല കോൺഗ്രസ് ആണ് ഈ പറയുന്ന ആന്റി കൺവെൻഷൻ ലോ അവിടെ പാസ്സാക്കിയത്. അത് എനിക്ക് തോന്നുന്നു BJP പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പാണ്, 1960കളിലാണ് ഇത് അവിടെ പാസ്സാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് കോൺഗ്രസും ഭൂപേഷ് ബാഗലും ഒക്കെ ഇങ്ങനെ സംസാരിക്കുകയും കേരളത്തിലെ കോൺഗ്രസ് മാത്രം ഇതിനെ വേറൊരു രീതി സംസാരിക്കുകയും ചെയ്യുന്നത് എന്നാണ് ഏറ്റവും വലിയ സംശയം. കേരളത്തിലെ ഈ കന്യാസ്ത്രീ പ്രേമം യഥാർത്ഥത്തിൽ കന്യാസ്ത്രീകളോടുള്ള പ്രേമമോ സഭയോടുള്ള പ്രേമമോ കേരളത്തിലെ ക്രിസ്ത്യാനികളോടുള്ള പ്രേമമോ അവരെ രക്ഷിക്കാനുള്ള അദമ്യമായ ആഗ്രഹമോ കൊണ്ടുണ്ടാകുന്നതല്ല. വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് നടത്തുന്ന ഒരു കളിയാണ്. ഇവിടെ സഭ ഇക്കാര്യത്തിൽ ഇടപെടുന്നത് മറ്റൊരു കാര്യമാണ്. കാരണം ഈ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം വളരെ ശക്തി പ്രാപിക്കുന്നു. അപ്പോ ഒരു സ്വാധീന ശക്തിയായി പിണറായി വിജയൻ സർക്കാരിനെ ഏതെങ്കിലും കാര്യത്തിൽ വെരുട്ടി നിർത്താനുള്ള ഒരു ശക്തിയായി മാറിയിട്ടുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം, അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കാണുന്നതാണ് പല കാര്യങ്ങൾ വരുമ്പോഴും പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഒക്കെ അവരെങ്ങനെയാണ് അതിൽ ഇടപെടുന്നത് എന്ന് നമുക്കറിയാം. സ്കൂളിലെ പ്രവൃത്തി ദിവസം അടക്കം, പ്രവൃത്തി സമയമടക്കം, സ്കൂളിലെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇത് കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പണ്ട് കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഭരണകാലത്തൊക്കെ ഏറ്റവും കൂടുതൽ സ്വാധീന ശക്തിയായി നിന്നത് സഭകൾ തന്നെയാണ്. സഭാ മേലധ്യക്ഷന്മാരും ഒക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രാമുഖ്യം അങ്ങ് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഏറ്റവും പറ്റിയ സമയമാണ് എല്ലാ ആൾക്കാരുടെയും മുൻപിൽ വില പേശി നിൽക്കാൻ എന്ന് സഭയ്ക്ക് അറിയാവുന്നത് കൊണ്ടാണ് 2 കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ലോകത്തുള്ള എല്ലാ സഭകളും പുറത്തിറങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, സഭകളിൽ തന്നെ കന്യാസ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്നതാണ്. എത്ര സിസ്റ്റർമാരാണ് പുറത്തു വന്ന് കഥ പറഞ്ഞത്, എത്ര പേരാണ് കഥ പറയാൻ ഇല്ലാതെ ബാക്കിയായി പോയത്. നമുക്കറിയാം, അഭയ കേസൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ എത്ര സ്ത്രീകൾ, എത്ര കോൺവെന്റുകളിൽ എത്ര കൊലപാതകങ്ങൾ അല്ലെങ്കിൽ മരണങ്ങൾ, ദുരൂഹ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഇടപെടുന്നതിൽ വളരെ വ്യക്തവും കൃത്യവുമായ ലക്ഷ്യം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 2021 ഇതേപോലെ തന്നെ ഈ ഛത്തീസ്ഗഡിൽ ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് കോൺഗ്രസ് ആണ് അവിടെ ഭരണം നടത്തുന്ന, BJP ആയിരുന്നില്ല. അപ്പോ കോൺഗ്രസ് ഭരണം നടത്തിയ കാലത്തുണ്ടായ ഒരു പ്രശ്നത്തെ ഒരക്ഷരം പോലും മിണ്ടാതെ, അന്ന് മതപരിവർത്തനം ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ആർക്കാണ് അറിയാത്തത്? ഈ പറയുന്ന അല്ലെങ്കിൽ 4 വോട്ടിന് വേണ്ടി മാറ്റി പറയുന്ന ആൾക്കാരിൽ ആർക്കാണ് അറിയാത്തത് നിർബന്ധിത മതപരിവർത്തനം പലയിടത്തും നടക്കുന്നുണ്ട് എന്നുള്ളത്? ഇനി നിർബന്ധിതമല്ലെങ്കിലും ഒരുപക്ഷെ ചെന്ന് നാളെ ഈ മതത്തിൽ ചേർന്നില്ലെങ്കിൽ കൊന്നുകളയും എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ അത്തരത്തിൽ മതപരിവർത്തനം നടത്തുന്ന ലവ് ജിഹാദികളോ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഒരു മനുഷ്യന്റെ മാനസിക പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അവസ്ഥകളെ ചൂഷണം ചെയ്തുകൊണ്ട് ഇവർ പറയുന്നല്ലോ ഇവർ നടത്തുന്ന മിഷണറി പ്രവർത്തനമാണെന്ന്. മിഷണറി പ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞ് അതിന്റെ ലേബലിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നടത്തുന്നുണ്ട്. പലരും കഴിഞ്ഞ ദിവസമൊക്കെ എഴുതി കണ്ടു, മിഷണറി പല സ്കൂളുകളിൽ പഠിച്ച കഥകളെ പറ്റി. ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്, മുസ്ലിം സ്കൂളിലാണ് പഠിച്ചത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്കൂളുകളിലാണ് മതപരിവർത്തനം നടത്തിയിട്ടുള്ളത്. ഞാനും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ പഠിച്ച ഒരാളാണ്. സ്കൂളിലും കോളേജിലും എല്ലാം എന്റെ വിദ്യാഭ്യാസം മുഴുവൻ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ സ്കൂളുകളിലും കോളേജുകളിലുമായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നമ്മൾ പഠിക്കുമ്പോഴും മതപരിവർത്തനത്തിന് ശ്രമം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് നേരിട്ട് മതപരിവർത്തനത്തിന് ശ്രമം ഉണ്ടായിട്ടില്ലെങ്കിലും ഹൈന്ദവ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരെ ചാപ്പലിലേക്ക് കൊണ്ടുപോവുകയും അവരുടെ വേദപാഠ പരീക്ഷകളിൽ പാസ്സാക്കുകയും കൂടുതൽ മാർക്കുകൾ അവർക്ക് നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് കൃത്യമായി നമ്മൾ പ്രതിരോധിക്കുകയും നമുക്ക് അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു വലിയ തോതിൽ നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ മെഡിക്കൽ കോളേജുകളിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർക്ക് വളരെ എളുപ്പം ചെന്നെത്താൻ കഴിയുന്നുണ്ട്. അപ്പോ ഈ മിഷണറി പ്രവർത്തനത്തിൽ ജയിലുകളിലേക്ക്, അങ്ങനെ ഗവൺമെന്റ് ആശുപത്രികളിലേക്ക്, മെഡിക്കൽ കോളേജുകളിലേക്ക്, അപ്പൊ അസുഖവും ഒക്കെ വന്ന് ഏതെങ്കിലും തരത്തിൽ മാനസികമായി തകർന്നു നിൽക്കുന്ന ആൾക്കാരെ അവരുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഒപ്പം നിൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ കൊണ്ട് അവരുടെ മനസ്സിൽ മാറ്റം വരുത്തിക്കൊണ്ട് പരിവർത്തനം നടത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.
ഹിന്ദുവോ ഹൈന്ദവ വിഭാഗത്തിലുള്ളവരോ അത്തരത്തിലുള്ള ഒരു പരിവർത്തനത്തിനോ എവിടെയെങ്കിലും പോയി സുവിശേഷം പറയാനോ, സുവിശേഷം ഇങ്ങനെ നമ്മുടെ ഭാഗവതങ്ങളെ കുറിച്ചോ പുരാണത്തെ കുറിച്ചോ പറയുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം നടത്തിയതായി നമുക്ക് അറിവില്ല താനും. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മതപരിവർത്തനം നടത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. പിന്നെ ഇനി എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇനി ഞാനിപ്പോ നടക്കാൻ പോകുന്ന തിരുവനന്തപുരം മ്യൂസിയം വളപ്പിൽ എത്രയോ ദിവസങ്ങളിൽ ഇത്തരത്തിൽ വെള്ളയും ഡ്രസ് ഇട്ടും ഇത്തരത്തിലുള്ള മിഷണറി പ്രവർത്തനത്തിന്റെ ഭാഗമായി എത്രയോ പേർ നോട്ടീസ് വിതരണം ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ ഏതെങ്കിലും നോട്ടീസ് വായിച്ച് 1 മിനിറ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർ തുടങ്ങും. അപ്പോൾ നമ്മൾ നോക്കാതെ പോകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നോട്ടീസ് വേണ്ട എന്ന് പറഞ്ഞു പോകുന്നതുകൊണ്ടോ ആണ് നമ്മളെ കയറി ആക്രമിക്കാത്ത. അല്ലാത്തവരെ അവിടെ നിർത്തി മണിക്കൂറുകളോളം സംസാരിച്ച് ഇത്തരത്തിൽ ക്യാൻവാസിംഗ് നടക്കുന്നുണ്ട്. അതിലൊരു സംശയമില്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹിന്ദു എല്ലാ മതവിഭാഗങ്ങളെയും അംഗീകരിക്കുമ്പോഴും ക്രിസ്ത്യനും മുസ്ലിമും ഉള്ള മതവിഭാഗക്കാർ അവരുടെ ദൈവം മാത്രമാണ് സത്യദൈവമെന്നും അവരുടെ ദൈവം മാത്രമാണ് ഏകദൈവമെന്നും ഒക്കെയാണ് അവർ പറഞ്ഞു വെക്കാനും പഠിപ്പിക്കാനും ശ്രമിക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം. ഇവിടെ നോക്കൂ, നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ചർച്ച ചെയ്ത വിഷയം മതപരിവർത്തനം വലിയ വിഷയമാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ മതപരിവർത്തനത്തിന്റെ മറവിൽ തന്നെയാണ് അത്തരം ഒരു ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ഛത്തീസ്ഗഡിൽ വിഷയം നടന്നിട്ടുള്ളത്. ഇനിയിപ്പോ ജാമ്യം കിട്ടിയാലും അവിടെ എന്തൊക്കെ പ്രശ്നമുണ്ടായാലും അത് മതപരിവർത്തന ശ്രമമാണെന്ന് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് ബോധ്യമാകും. കാരണം 3 പെൺകുട്ടികളെ നക്സൽ ബാധിത പ്രദേശമായ ബക്സറിലെ MP അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ എവിടെയാണ്, ആർക്കാണ് ഇതിൽ സംശയം ഉണ്ടാവുക? 3 പെൺകുട്ടികളെ അവിടെ നിന്നും കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൈമാറുന്നു. TTR കണ്ടുപിടിക്കുന്നു. ഇതാരാണ്, എന്താണ്, യാത്രാരേഖയുണ്ടെന്ന് ചോദിക്കുന്നു. നമ്മളാണേലും ഒരു 2-3 പെൺകുട്ടികൾ എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ സംശയം തോന്നിയാൽ ഇപ്പോ രേഖകളില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയില്ല 2-3 പെൺകുട്ടികളെ കൊണ്ടുപോകുന്നുവെന്ന്. അതാണല്ലോ നാട്ടു നടപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കാണുന്ന ഒരു വിഷയം, ആ വിഷയം അഡ്രസ് ചെയ്യാൻ അവിടെയൊക്കെ ഇപ്പൊ ഇവിടുത്തെ പോലെയല്ല. ഇപ്പൊ ചോദിക്കും എന്തുകൊണ്ട് അവിടെ ബജറംഗദൾ വന്നു എന്ന് ചോദിക്കുന്നു. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പോ മെഡിക്കൽ കോളേജിൽ ഒരു ഇഷ്യൂ ഉണ്ടായി. ആദ്യം എത്തുന്നവരാ ഡിവൈഎഫ്ഐക്കാരാണ്. അവിടെ ഡിവൈഎഫ്ഐക്ക് സ്വാധീനമുള്ള സ്ഥലമാണ്. ഇപ്പൊ മറ്റ് ഈ ഛത്തീസ്ഗഡ് പോലുള്ള അല്ലെ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും 4 പേര് ആരെങ്കിലും 4 പേര് അവിടെ ഉണ്ടാവും ബജറംഗദളുകാരൻ. ഇവിടുത്തെ CPM പോലെയാണ് അവിടുത്തെ BJPയും RSSന്റെ അനുബന്ധ സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ആരെങ്കിലും 4 പേര് കൂടിയാലും മതി. അതൊരു ആസൂത്രിതമായ ശ്രമമാണ് ഇവരെ പിടിച്ചെടുക്കാനൊന്നും പറയാൻ കഴിയില്ല. അപ്പൊ ഏതായാലും ഈ വിഷയത്തിൽ ഇതിലൊരു ഒരാളെ കൂടി പിടിക്കപ്പെട്ടിട്ടുണ്ട്. അയാളെ കുറിച്ച് 2 കന്യാസ്ത്രീകളെ കുറിച്ച് മാത്രമാണ് ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കന്യാസ്ത്രീകളോടൊപ്പം ഈ പെൺകുട്ടികളെ കൊണ്ടുവന്ന ആള് കൂടി ഉണ്ട്. അപ്പൊ അയാളെ കൃത്യമായി ചോദ്യം ചെയ്താൽ, അയാളെ കൃത്യമായി അയാളും ഇവരും തമ്മിലുള്ള ബന്ധമൊക്കെ ചോദ്യം ചെയ്താൽ കൃത്യമായ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. ഈ 3 പെൺകുട്ടികളെ കൊണ്ടുവന്നു. അവർക്ക് 10,000 രൂപ ശമ്പളത്തിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാനാണെന്ന്. ഒരു രേഖയുമില്ലാത്ത, വിദ്യാഭ്യാസമോ അടിസ്ഥാന വിദ്യാഭ്യാസവും ഇല്ലാത്ത പെൺകുട്ടികൾക്ക് ഏത് മഠത്തിലാണ് 10,000 രൂപയ്ക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുന്നത്? കേരളത്തിലെ പല സ്ഥാപനങ്ങളിലും ജേർണലിസ്റ്റ് ട്രെയിനിക്ക് ഇല്ലല്ലോ 10,000 രൂപ ശമ്പളം. അപ്പൊ ഈ യാതൊരു അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലാത്ത ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുപോകുന്നതിന്റെ പിന്നിൽ ഇന്നലെ മറ്റൊരു വാർത്ത മിനിഞ്ഞാന്ന് ഇതേ ഛത്തീസ്ഗഡിൽ നിന്ന് തന്നെ കുറച്ച് പെൺകുട്ടികൾ തൃശ്ശൂരിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ആ പെൺകുട്ടികളുടെ മതിയായ രേഖകളില്ല. മനോരമയുടെ ഓൺലൈനിൽ ചെറിയ വാർത്തയുണ്ട്. പക്ഷെ ആ വാർത്ത മുക്കിക്കളഞ്ഞു. യഥാർത്ഥത്തിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കന്യാസ്ത്രീ പ്രേമമല്ല ഇതിന്റെ അടിസ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പര വരെ പോകേണ്ട കാര്യമില്ല. കാരണം നികൃഷ്ടജീവി എന്ന ഒറ്റ പ്രയോഗത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇതൊന്നും സംഭവിക്കുന്നത് എത്ര പെട്ടെന്നാണ്. നമുക്കറിയാം, മുനമ്പത്തെ വിഷയത്തിൽ ഇടപെട്ടോ, പാലായിലെ ബിഷപ്പ് പ്രശ്നത്തിലകപ്പെട്ടപ്പോ ഇടപെട്ടോ, പിന്നെ ഈരാറ്റുപേട്ടയിൽ പ്രശ്നമുണ്ടായപ്പോ ഇവിടുത്തെ CPM കോൺഗ്രസോ ഇടപെട്ടോ, ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോ ഇടപെട്ടോ. അപ്പൊ എന്ന് മുതലാണ് ഇവർക്ക് ഈ പ്രേമം വന്നത്? കാരണം തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിക്കൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസിന്റെ പ്രേമം. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ഒരു നിലപാട്, സംസ്ഥാന നേതൃത്വത്തിന് മറ്റൊരു നിലപാടും എന്ന രീതിയിൽ വരേണ്ട കാര്യമില്ല. ഛത്തീസ്ഗഡിലെ അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ അവരുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അവർ പറയുന്നതിനെ മാനിക്കാതെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇത്തരത്തിൽ പെരുമാറുന്നതിനെയും അംഗീകരിക്കാൻ കഴിയില്ല. ഏതായാലും ഇതിന്റെയൊക്കെ പിന്നിൽ മതപരിവർത്തനം നടത്തുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണമായി ഉയർന്നു വരുന്നത് അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് ഉയർന്നു വരുന്നത് ഇപ്പോ ഈ വനവാസി മേഖലകളിലും അതുപോലെ തന്നെ ഈ പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ മൊത്തത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഈ ഹിന്ദുവിന് സാമ്പത്തികമായ ഭദ്രത വലിയ പ്രശ്നമാണ്. സാമ്പത്തികമായിട്ടുള്ള ഒരു പരാജയം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതാണ് ഇവരൊക്കെ തന്നെയും മറയാക്കുന്നത് എന്നൊരു കാര്യം പുറത്തു വരുന്നത് സത്യവുമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു ഹൈന്ദവ സംഘടനകൾക്ക് ഇതിൽ ക്രിയാത്മകമായിട്ടൊന്നും ചെയ്യാൻ കഴിയാത്തത്? ഇപ്പം ഇസ്ലാം ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയിക്കോട്ടെ, അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു ശേഷി കൂടെ അല്ലെങ്കിൽ ആ രീതിയിൽ കൂടി സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരുപക്ഷെ ഹിന്ദു വിഭാഗത്തിന് അങ്ങനെ ഒരു സാധ്യത വരുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമല്ലേ? ഈ ക്രിസ്ത്യൻ വിഭാഗത്തിന് എങ്ങനെയാണ് പണം ഉണ്ടാകുന്നത്? അവരുടെ പള്ളിയിലേക്ക് വരുന്ന വരുമാനം, അവർക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുമാനം, ഈ അവിടെ കിട്ടുന്ന വരുമാനങ്ങളൊക്കെ അവർക്ക് സ്വന്തമായി ചെലവഴിക്കാം.
നേരെ മറിച്ച് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും അതില്ല. മുസ്ലിം പിന്നെ വിധ്വംസക പ്രവർത്തനങ്ങളിലൂടെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് പണം കണ്ടെത്തുന്ന മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങളിലൂടെയാണ്. മുസ്ലിം മൊത്തം വിഭാഗത്തിലെ അല്ല ഞാൻ പറയുന്നത്, അതിലെ ഈ നടത്തേണ്ട വിഭാഗങ്ങൾ, ആ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തേണ്ട വിഭാഗം മറ്റു വിധ്വംസക പ്രവർത്തനങ്ങളിലൂടെ പണം കണ്ടെത്തുന്നു. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളിൽ വരുന്ന വരുമാനം സർക്കാരിന് മുതൽക്കൂട്ടാണ്. അപ്പോ അല്ലെങ്കിൽ അവിടുത്തെ ക്ഷേത്രങ്ങളുടെ തന്നെ നടത്തിപ്പിന് ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ പുറത്തേക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഹിന്ദുവിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പണം എടുത്ത് ചെലവഴിക്കാനോ കഴിയില്ല. ഇപ്പൊ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആണെങ്കിലും മറ്റ് ദേവസ്വങ്ങളുടെ ആണെങ്കിലും പണം ഒന്നും എടുത്ത് ചെലവാക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ക്രിസ്ത്യൻ മതവിഭാഗത്തിന് വരുന്ന അവരുടെ മുഴുവൻ പണവും അവർ കാണിക്കയിടുന്നതും എല്ലാം, അതുകൂടാതെ അവർക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൺവേർഷന് മാത്രമായി പണം വരുന്നത് പോലും ഈ ട്രസ്റ്റുകളുടെ മറവിൽ വരുന്ന പണം, അത് 90% കൺവേർഷനായ വിദേശ രാജ്യങ്ങളിൽ നയിക്കുന്ന പണങ്ങളാണ്. അപ്പൊ അതെല്ലാം അവർക്ക് ചെലവഴിക്കാൻ അവർക്ക് കൃത്യമായ രീതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കൺവേർഷൻ വലിയ രീതിയിൽ പണ്ടു മുതലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ ദേവസ്വം ബോർഡ് പോലെ തന്നെ സമാനമായ രീതിയിൽ ചില ബോർഡുകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ബോർഡുകളൊക്കെ ഉണ്ടായാൽ കുറച്ചൊരു ശമനം ഇതിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു സംശയവും വേണ്ട, ഇന്നു മുതലല്ല കൺവേർഷൻ തുടങ്ങുന്നത്. പക്ഷെ അവർ വളരെ ബുദ്ധിപരമായി ഇപ്പോൾ കാര്യങ്ങൾ നീക്കുന്നുണ്ട്. പണ്ടൊക്കെ പേരും നാളും ഒക്കെ മാറ്റുമായിരുന്നു. ഇപ്പോ അതാണ് ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞവർ പറയുന്നത്. കാരണം ഇവർ ആരാധനയ്ക്ക് പോവുകയും പള്ളിയിൽ ആളെ കൂട്ടുകയും അവരുടെ ആൾക്കാരായി നിലകൊള്ളുകയും ചെയ്യുമ്പോഴും ഇവരുടെ ജാതിയോ മതമോ ഒന്നും മാറ്റാതെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ എതിർക്കേണ്ടത് തന്നെയാണ്. കാരണം ഹിന്ദു വിഭാഗത്തിലെ വലിയൊരു വിഭാഗത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, ആ ആനുകൂല്യങ്ങളാണ് ഇവർ ഇത്തരത്തിൽ അവിടെ നിന്നും ആനുകൂല്യം പറ്റുകയും ഇവിടെ നിന്നും ആനുകൂല്യം പറ്റുകയും ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്നത്. പരിവർത്തിത ക്രൈസ്തവർക്ക് അടക്കം, പരിവർത്തക ക്രൈസ്തവർ എന്ന പേരിലുണ്ടെങ്കിൽ അതിന് തന്നെ ഒരു കോർപ്പറേഷൻ തന്നെയുണ്ട്. സത്യത്തിൽ അതൊരു കേരളത്തിലെ ഒരു നമ്മൾ ഈ പറയുന്ന മതേതര സങ്കല്പത്തിനെതിരല്ലേ ഇങ്ങനെ ഒരു കോർപ്പറേഷൻ, പരിവർത്തിത ക്രൈസ്തവ വികസന കോർപ്പറേഷൻ? അതായത് അത് ഒരു സർക്കാർ തന്നെ മതം മാറ്റത്തിന് കാരണം ആകുന്ന ആൾക്കാരെ അല്ലെങ്കിൽ മതം മാറ്റപ്പെടുന്ന ആൾക്കാരുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പരിവർത്തിത ക്രൈസ്തവ വികസന കോർപ്പറേഷൻ തന്നെ ആദ്യം പിരിച്ചുകൊണ്ടോന്നാണ് ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ആ കോർപ്പറേഷൻ പിരിച്ചുവിട്ടുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന പ്രവർത്തികൾ നിർത്തലാക്കണം. 11 സംസ്ഥാനങ്ങൾ ആന്റി കൺവേർഷനിലോ വളരെ ശക്തമായി തന്നെ നിലവിലുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലേക്കും അത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ വളരെ വ്യക്തവും കൃത്യവുമാണ്. ഇപ്പോഴത്തെ ഈ ആശങ്കകളുടെ അടിസ്ഥാനം പല രീതിയിലുള്ള ഈ ഇവരോടുള്ള ഒരു സ്നേഹമല്ല, മറിച്ച് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സഭ BJPയെയും മറ്റുള്ളവരെയും രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കാനുള്ള ഒരു രാഷ്ട്രീയ ശക്തിയായി മാറാനുള്ള ശ്രമം നടത്തുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവർ അവരുടെ വോട്ട് നേടാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ ഈ കന്യാസ്ത്രീ പ്രമേയം, 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിട്ട് എന്തുണ്ടാവാനാന്നേ ഞാൻ ചോദിക്കട്ടെ. എന്താണ് ക്രിസ്ത്യാനികൾക്ക് ഇവിടെ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു? അത് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യണം, പ്രശ്നമില്ലല്ലോ. അവരെ പിന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതല്ലേ. അമൃതാനന്ദമയി മഠത്തിനെതിരെ ഏത് തരത്തിലുള്ള ആക്രമണമാണ് ഉണ്ടായത്? അമൃതാനന്ദമയി മഠത്തെ ആക്രമിക്കരുതെന്ന് പറഞ്ഞ ആരെങ്കിലും ഇവിടെ തെരുവിൽ ഇറങ്ങിയോ? ഏതെങ്കിലും ഹിന്ദു തെരുവിൽ ഇറങ്ങിയിരുന്നോ? കാശി ശങ്കരാചാര്യരെ കയ്യിൽ വിലങ്ങ് വെച്ച് കൊണ്ടുപോയി വലിച്ചിഴച്ചുകൊണ്ട് റോഡിലൂടെ കൊണ്ടുപോയപ്പോ ആരെങ്കിലും ഇവിടെ ഹൈന്ദവ വിഭാഗങ്ങളെ മൊത്തത്തിൽ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നോ? ഒന്നുമില്ലല്ലോ. അപ്പോ വളരെ ഈ സെമിറ്റിക് മതങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട രീതി അവർ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ്. ആ ഒന്നിച്ചു നിന്നുകൊണ്ട് സ്വാധീന ശക്തിയായി വിലപേശൽ നടത്താനുള്ള തന്ത്രമാണ് സഭയടക്കം നടത്തുന്നത്. അത്തരം തന്ത്രങ്ങളിൽ വീണു പോകേണ്ട ഒരാവശ്യവുമില്ല. കാരണം ഇവർക്ക് നിലവിൽ നിലനിൽക്കുന്ന ഇന്ത്യൻ ഭരണ സംവിധാനത്തോട് ചേർന്ന് പ്രവർത്തിക്കാതെ ഒരു കാര്യവും, ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ട്രസ്റ്റിന്റെ ബാക്കിയുള്ള സാമ്പത്തിക ഇടപാടുകൾ, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അഫിലിയേഷൻ അടക്കം അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ട് ചായയും പിന്നെ കേക്കുമായി വരണ്ട എന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ. ഒരു 2 സെക്കൻഡ് കൊണ്ട് കാണിച്ച നെറികേടിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഈ അച്ഛന്മാരൊക്കെ കാണിച്ച നെറികേടിനെ കുറിച്ച്. ഇവരൊക്കെ കാലാകാലങ്ങൾ കഴിഞ്ഞ 10 വർഷമായി എനിക്കറിയാം എത്ര പള്ളിയിലച്ചന്മാരും സഭയിലുള്ളവരുമാണ് ഈ മോദിയെ ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുന്നത്. എന്നിട്ട് കേരളത്തിൽ വന്ന് കൃത്യമായി അങ്ങ് തള്ളി പറയുകയും ചെയ്യും. അപ്പോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടക്കമുള്ള ഇവരുടെ ട്രസ്റ്റുകളുടെ അടക്കമുള്ള സാമ്പത്തിക ഇടപാടുകൾ, അങ്ങനത്തെ FCR അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെ ഒന്നും ചെയ്യാൻ ഈ സഭകൾക്ക് കഴിയില്ല. അപ്പൊ ഈ വെറുതെ ഈ കടന്ന് കാണിക്കുന്ന ഒരു വെപ്രാളം അല്ലെങ്കിൽ വെറുതെ കടന്ന് കാണിക്കുന്ന ഇത്തരം ന്യായവാദങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയും ഇല്ലാതെ വരും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് BJP അവിടെ പോയി എല്ലാ കാര്യത്തിനും ന്യായീകരിച്ച് നിയന്ത്രിക്കേണ്ട, അല്ലെങ്കിൽ ന്യായീകരിച്ച് ഞങ്ങൾ അത് ചെയ്തുകൊണ്ട് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്ന പോലെ നിയമത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു ഇടപെടലും നടത്താൻ ആർക്കും കഴിയില്ല. ഇപ്പോൾ ഇടപെടൽ നടത്താൻ കഴിയില്ല എന്നിപ്പോ ഏകദേശം ആൾക്കാർക്ക് ബോധ്യമായല്ലോ. കോടതിയിലെത്തിയ ഒരു വിഷയത്തിൽ ഇടപെടൽ നടത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നല്ലത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും.
എന്തായാലും കോൺഗ്രസിന്റെ ഇരട്ട നിലപാട് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. കേരളത്തിൽ ഒരു നിലപാടും ഛത്തീസ്ഗഡിൽ വേറൊരു നിലപാടും എന്നുള്ള നിലയിലാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ചർച്ചയുമായി ഒരുപാട്